ഇന്ത്യ vs അഫ്ഗാനിസ്ഥാൻ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ നമ്മൾ ദയനീയമായ രീതിയിൽ തന്നെ പരാജയപ്പെട്ടു. 1-2 എന്നുള്ള ഗോളിലാണ് നമ്മൾ അഫ്ഗാനിസ്ഥാൻ നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീം ഈ ഒരു മത്സരം കളിക്കാൻ വന്നിട്ടുള്ള അവരുടെ മെയിൻ പ്ലേയേഴ്സ് ഇല്ലാതെയാണ്. പോരാത്തതിന് അവരെ ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് 158 ഇതൊക്കെ വെച്ചിട്ടും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം അവരെ മുമ്പിൽ മുട്ടുകുത്തി പോയി എന്നുള്ളതാണ്. അവർ നമ്മുടെ തട്ടകത്ത് വന്നിട്ടാണ് നമ്മളെ പരാജയപ്പെടുത്തി പോയിട്ടുള്ളത്. അതിനെ അവർ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവും. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമ്മൾ കഴിഞ്ഞ ഒരു മത്സരത്തിൽ നിന്ന് ഈ ഒരു മത്സരത്തിൽ നോക്കുന്ന സമയത്ത് ഈ ലൈൻ ലെപ്പിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡൻ ഫെർണാണ്ടസിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് നമ്പർ 10 പൊസിഷനിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ്. അത് നല്ലൊരു കാര്യമായി തോന്നി. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഒരു പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം ഒരുപാട് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പ്ലേയേഴ്സ് പന്തൊക്കെ കൊണ്ടുവന്ന് അവരുടെ പോസ്റ്റ് വരെ കൊണ്ടുപോയിട്ട് നമ്മുടെ അവിടെ മിസ്സാക്കുക ചെയ്യുന്നത്. നമുക്ക് ഒരു അത് പന്ത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് അത് പുറത്തേക്ക് അടിച്ച് ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ പാസിങ്ങും കൃത്യമായ രീതിയിലുള്ള അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ മുന്നേറ്റം പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരും നമ്മളായിട്ടുള്ളൊരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഒരു പ്ലേയേഴ്സിന് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്ലെയർ ചെയ്യേണ്ട കാര്യം അത് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ബാക്കോട്ട് ഇറങ്ങണോ എന്നുള്ള കാര്യമൊന്ന് മനസ്സിലാവുന്നില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിൽ അലസമായിട്ടുള്ളൊരു കളിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് തരക്കേടില്ലാത്ത രീതിയിൽ കളിച്ചു. സെക്കൻഡ് ഹാഫിൻ്റെ സ്ഥിതിയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു മുന്നേറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫിനും ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്കിപ്പോഴും ഗോളടിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിന് ഈ ഒരു കോച്ചിനെ നമ്മൾ മെല്ലെ നൈസായിട്ട് പുറത്തേക്കാക്കിയിട്ട് കുവൈത്തിനെതിരായിട്ടുള്ള കളി ഒരു 4 വീക്കിൻ്റെ 5 വീക്കിൻ്റെ ഒക്കെ ഒരു ക്യാമ്പ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മത്സരമാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ട്ലി മാച്ചും സെറ്റാക്കി കഴിഞ്ഞാൽ പോകാൻ പറ്റും. അത് നമുക്ക് ഇപ്പോഴും അടുത്തൊരു മത്സരം ഖത്തറിനോട് കുവൈത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ 2ാം സ്ഥാനക്കാരായിരിക്കും. അപ്പോൾ അടുത്ത മത്സരം വിജയിച്ച് അതിൻ്റെ അടുത്ത മത്സരം നമുക്ക് ഡ്രോ ആയി കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഈ ഒരു കോച്ചിനെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എനിക്ക് തോന്നി. നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് നമുക്ക് ഇനി എടുക്കേണ്ട എന്നുള്ളതാണ്. പുതിയ പ്ലേയേഴ്സിനെ കണ്ടെത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മുടെ ക്യാപ്റ്റൻ ലെജൻഡ് സുനിൽ ഛേത്രിൻ്റെ 150ാമത്തെ ഒരു അപ്പിയറൻസ് ആയിരുന്നു ഈ ഒരു മത്സരം. അദ്ദേഹം ഈ ഒരു മത്സരത്തിലും അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുകയാണ്. അതൊരു റെക്കോർഡ് തന്നെയാണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി 150ാം മത്സരം കളിക്കുന്ന ഒരു പ്ലെയർ, ആ ഒരു മത്സരത്തിൽ ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ ഇദ്ദേഹം തന്നെ. ഈ ഒരു കാര്യം നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു ദയനീയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഇദ്ദേഹം ഇപ്പം പോയി കഴിഞ്ഞാൽ ഗോൾ അടിക്കാൻ മറ്റൊരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇത് കാണിച്ചു വെക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിന് ഈ ഒരു കോച്ചിനെ പുറത്താക്കിയിട്ട് പുതിയ കോച്ചിനെ കൊണ്ടുവരിക. പിന്നെ ഐ ലീഗത്തെ കോച്ച് പ്ലേയേഴ്സിനെ ഒന്ന് സെലക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഫോർവേഡ് പൊസിഷൻ, അതായത് ഫിനിഷിംഗ് ആയിട്ട് ഇപ്പോൾ ISL കളിക്കുന്ന പ്ലേയേഴ്സിനെക്കാട്ടും ബെറ്റർ ഐ ലീഗത്തെ പ്ലേയേഴ്സ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് ISL കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ പ്ലേ ടൈമും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന പ്ലേയേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് അവിടെ കളിക്കുന്ന പ്ലേയേഴ്സ് നല്ല രീതിയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. കുറച്ച് ഐ ലീഗത്തെ ടോപ്പ് സ്കോറേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ്. അതിന് ഉദാഹരണമാണ് മുഹമ്മദിൻ്റെ ഫനായി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാൻസിൻ സ്വാല എന്ന് പറഞ്ഞൊരു കളിക്കാരനൊക്കെ. അദ്ദേഹത്തിനൊക്കെ ഒരു ചാൻസ് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരുന്ന ഒരു പ്ലെയർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാച്ചിന് അണ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ റൗണ്ട് 3ലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തി പോകും എന്നുള്ള കാര്യം. എനിക്ക് അതെന്നെ പറയാനുള്ളത്, പണി നിർത്തി പോകാനുള്ള ടൈമായി പോയിക്കൂടി എന്നുള്ളതാണ്. നമുക്ക് ഇനി പുതിയൊരു കോച്ചിനെ കണ്ടെത്താനുള്ള സമയമായി അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. AFF ഈ ഒരു കാര്യത്തിൽ ഒരു നല്ല ഉത്തമ തീരുമാനം എടുക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു മാച്ച് കഴിഞ്ഞതോടുകൂടി നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് ഈ ഒരു കളിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കളിയെ സംബന്ധിച്ച്. ബട്ട് റിസൾട്ട് മുഖ്യമാണ് നമുക്ക്. ഏതായാലും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.